ഇന്നിവിടെ നടക്കാൻ പോകുന്ന ലക്ഷ്മണവധം ബാലെ കാണുവാൻ കുട്ടിയെ ഞാൻ ആർത്തവുമായി ക്ഷണിച്ചുകൊള്ളുന്നു. അതെ, ഹലോ ഹലോ ഹലോ, അതെ അതെ ഞാനാണ്. ഹലോ, ഇതേതായി ജന്തു? എന്റെ പേര് ഷാൻ. ഒന്ന് പരിചയപ്പെടണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എനിക്ക് നിങ്ങളോടാണ് ചോദിക്കാനുള്ളത്. ആരിഫ് ഹുസൈൻ സാറിന്റെ എന്തൊക്കെ അറിയണം? ഈ ഇന്ത്യയിൽ 3 മതങ്ങളുണ്ടല്ലോ, എന്നിട്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഹിന്ദുക്കളെ വിമർശിക്കുന്നില്ല? തുടങ്ങിയിട്ടുള്ളൂ, ഞാൻ വേണ്ടെന്ന് വെച്ചിരുന്നതാ. നമ്മളിപ്പോൾ തൽക്കാലം പേ പിടിച്ച പട്ടീനെ തല്ലിക്കൊല്ലാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇസ്ലാമാണ് ഇപ്പോൾ പേ പിടിച്ച പട്ടി. ഹിന്ദു മതത്തിന് പേ പിടിക്കും, നമ്മൾ തല്ലിക്കോളാം. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇസ്ലാം പേ പിടിച്ച പട്ടിയാണെന്ന് പറയുന്നത്? അപ്പോൾ നിങ്ങൾ ഗൂഗിൾ എടുക്കുക, ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് എടുക്കുക, അതിനകത്ത് ടോപ്പ് 20 ടെററിസ്റ്റ് അറ്റാക്സ് എടുക്കുക. തൂക്കിയല്ലോ നാഥാ. ആ 20 എണ്ണം അതിനകത്ത് എടുക്കുമ്പോൾ അതിനകത്ത് ഹിന്ദു മതം ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചാൽ, ക്രിസ്ത്യാനിറ്റി ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചാൽ. ഏത് സ്ഥാപനത്തിനും ചീത്തപ്പേരുണ്ടാക്കാൻ കച്ച കെട്ടി നടക്കുന്ന ചില ചെറ്റകളുണ്ടാവും, ഇവിടെയുണ്ട്. അതാ ഈ അവതാരം. ഓക്കെ, ഫൈൻ ഫൈൻ ഫൈൻ. ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, ഏതായാലും നനഞ്ഞു, ഇനി കുളിച്ചു കയറുക. ഇസ്രായേലുകാര് എത്ര പിഞ്ചു കുട്ടികളെ കൊന്നു? അത് ടെററിസം അല്ലേ? അത് മതമല്ലേ? അത് ടെററിസം അല്ലേ? ഈ യുദ്ധം ആരാ തുടങ്ങി വെച്ചത്? തളർന്നു പോകാൻ പാടുണ്ടോ? ഒരു വഴി അടിയുമ്പോ 9 വഴി തുറക്കുന്നല്ലേ? ഈ പ്രതിസന്ധി കനകാംബരനെ തരണം ചെയ്തേ പറ്റൂ. യുദ്ധം തുടങ്ങാനുണ്ടായ സാഹചര്യങ്ങൾ എന്താ നിങ്ങൾ പറയാത്തത്? എന്താണ് ആ സാഹചര്യം? പറയൂ. അതല്ല നമ്മുടെ കണ്ടന്റ്, അത് വേറൊരു കണ്ടന്റ് ആണ്. ആ ഫലസ്തീൻ എന്ന് പറഞ്ഞ രാജ്യം എങ്ങനെയായിരുന്നു? സാഹചര്യം എന്താണ്? എങ്ങനെ ഒന്ന് തലയൂരും എന്റെ കൃഷ്ണ. ശരി, ഞാൻ ഇപ്പൊ അത് പറയാൻ നിന്ന ഈ 3 മിനിറ്റിന്റെ ഉള്ളിൽ എന്റെ ബാക്കി ചോദ്യങ്ങൾ എനിക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് എനിക്ക് ഞാൻ സമയം കൂട്ടിത്തരാം, നിങ്ങൾ പറഞ്ഞിട്ട് പോയാൽ മതി. എന്ത് മേടിക്കണം സാർ, സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അറിഞ്ഞിടത്തോളം അത് ഫലസ്തീന്റെ മണ്ണായിരുന്നു. അവിടെ ഇസ്രായേലിയർക്ക് അഭയം കൊടുത്തു. അത് സെക്കൻഡ് വാർ ടൈമിലായിരുന്നു. ഒരു സംശയം ചോദിച്ചോട്ടെ, 2ാം ലോക മഹായുദ്ധത്തെ കുറിച്ചാണോ? ഈ ഖുർആനിൽ പലസ്തീൻ എന്ന് പറഞ്ഞിട്ടൊരു വാക്കുണ്ടോ? ഒന്നും പണയല്ലേ? ഇല്ല, എനിക്കറിയില്ല. ഞാൻ ഇസ്ലാമിൽ ഇസ്രായേൽ എന്ന് പറഞ്ഞിട്ടൊരു വാക്കുണ്ടോ ഖുർആനിൽ? ഇസ്രായേൽ എന്ന് പറഞ്ഞ വാക്കുണ്ട്, അതെനിക്ക് ഉറപ്പാണ്. ഇസ്രായേൽ എന്ന് പറഞ്ഞ വാക്കുണ്ട്. സമ്മതിച്ചേ? ആണല്ലോ. പലസ്തീൻ എന്താ ഇല്ലാത്ത? ഫലസ്തീൻ എന്താ ഇല്ലാത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫലസ്തീൻ അല്ലായിരുന്നു അന്നത്തെ കാലത്ത് ആ നാടിന്റെ പേര്. ആ നാടിന്റെ പേര് നാണം കെടുത്തല്ലേ നായിന്റെ മോനെ? അല്ല, ജൂതന്മാര് മാത്രമായിരുന്നു. ഈ ഇസ്രായേലി സന്തതികൾ എന്ന് പറയുന്ന ആരാണ്? ഗോപാല, ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യാ? കൃത്യമായിട്ടൊന്നും പറയാതിരിക്കാം, കിടന്ന് ഉരുളുക, അതേ രക്ഷയുള്ളൂ. നിങ്ങളിപ്പോ കിടന്ന് നോക്കിയിട്ടൊന്നും ഒരു കാര്യം. എന്റെ അടിയിലെ ആൾക്കാർ കേൾക്കുമല്ലോ, അവരുടെ അഭിപ്രായം കേൾക്കാൻ അറിയാലോ. നിങ്ങൾ പറയൂ, ഖുർആനിൽ പാലസ്തീൻ എന്ന് പറഞ്ഞിട്ടൊരു വാക്കുണ്ടോ? ഖുർആനിൽ പാലസ്തീൻ എന്ന് പറഞ്ഞ വാക്കില്ല എന്നാണ് എന്റെ വിശ്വാസം. ഇസ്രായേൽ എന്ന് പറയുന്ന വാക്കുണ്ടോ? ഇസ്രായേൽ എന്ന് പറയുന്ന വാക്കുണ്ടോ? ഇസ്രായേൽ എന്ന് പറഞ്ഞ വാക്കുണ്ട്. ഞാൻ പറയാൻ പോകുന്നത് കേൾക്കാൻ സ്വല്പം വിഷമമുള്ള കാര്യമാണ്. ഇസ്രായേലി ജനത എന്ന് പറയുന്നത് ആരാണ്? മൂസ പ്രവാചകന്റെ നബിയുടെ ജനത എന്ന് പറയുന്നത് ആരാണ്? ഇസ്രായേലാര്. അതാരാണ്? അത് ഏത് മതക്കാരാണ്? ജൂതന്മാര്. അത് തന്നെയല്ലേ നമ്മളും പറയണത്. അവിടെ പണ്ടേ ഉണ്ടായിരുന്നത് ജൂതന്മാരാണ്. ഇനി എന്താ താങ്കളുടെ പ്രശ്നം? എന്തൊരു ഗതികേടാണ് ഈശ്വര. അപ്പൊ അവരുടെ നാട്ടിൽ നിന്ന് അവരെ മുഹമ്മദ് നബി അടക്കമുള്ള ആളുകൾ അവിടെ നിന്ന് ഓടിച്ചിട്ട് പിന്നീട് അവരവിടെ നിന്ന് തിരിച്ച് ആ നാട് പിടിച്ച് അവർ പൈസ കൊടുത്ത് വാങ്ങിച്ച് അവിടെ വന്ന് അവർക്ക് സ്വാതന്ത്ര്യം 1948 കിട്ടിയപ്പോൾ അന്ന് അവിടെ അവരുമായിട്ട് ആരാ യുദ്ധം പ്രഖ്യാപിച്ചത്? ആരാ യുദ്ധം പ്രഖ്യാപിച്ചത് പറയൂ? ആരാ യുദ്ധം പ്രഖ്യാപിച്ചത് പറയൂ? യുദ്ധം പ്രഖ്യാപിച്ചത് ഹമാസാണ്. അന്ന് ഹമാസ് ഇല്ല, അന്ന് അറബ് രാഷ്ട്രങ്ങളാണ്. അന്ന് അവിടെ ചുറ്റും ഉണ്ടായിരുന്ന ജോർഡൻ, ഈജിപ്ത്, സൗദി അറേബ്യ, ഇതുപോലുള്ള എല്ലാ രാജ്യങ്ങളും കൂടി അന്ന് അവർ യുദ്ധം പ്രഖ്യാപിക്കാനുണ്ടായ കാരണം എന്താണ്? അതിന് അവർ മുന്നോട്ട് വെച്ച റീസൺ എന്താണ്? എനിക്ക് അറിയില്ല സാർ. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പിന്നെ വന്നിട്ട് പിന്നെ നമ്മളെ വന്ന് അളക്കാൻ നിൽക്കണത് എന്തിനാ? നിന്നെ ആരാടാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ആരുടെ 16 അടിയന്തരത്തിനാടാ നീ വന്നത്? അതെനിക്ക് ചോദിക്കാനുള്ളത്. ഒന്നുകിൽ അറിഞ്ഞിട്ട് വരാം, അല്ലെങ്കിൽ അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട്. അങ്ങനെയാണെങ്കിലും ഒന്നും അറിയാത്ത ഈ പിഞ്ചു കുട്ടികളെ കൊല്ലുന്നത് ടെററിസം അല്ലാന്നാണോ നിങ്ങൾ പറയുന്നത്? നീ ഒന്ന് അടങ്ങുകാതെ, എല്ലാത്തിനും ഒരു അടക്കം ഒതുക്കും വേണ്ടേ? കൊല്ലാൻ വഴിവെച്ചത് ആരാണ്? നമ്മൾ ചോദിക്കുന്നത്. ആരാണ് ആ സാഹചര്യം ഒരുക്കിയത്? ഇപ്പോ റഷ്യ സാഹചര്യം കണ്ടപ്പോഴേ മനസ്സിലായി തന്റെ രോഗം എന്താണെന്ന്. ഒക്ടോബർ 7 അവിടെ സമാധാനത്തിൽ ഉണ്ടായിരുന്ന ആ ഇസ്രായേലിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവിടെ ആ ഭീകരാക്രമണം നടത്തി 1200ഓളം ആളുകളെ കൊന്ന് അതിൽ നിന്ന് 10-500ഓളം ഹോസ്റ്റേഴ്സിനെ പിടിച്ചുകൊണ്ട് പോയി ഇന്നും അവരെ പോയിന്റ് ബ്ലാങ്കിൽ കൊന്നുകൊണ്ടിരിക്കുന്നത്. ഈ യുദ്ധം നീണ്ടുപോകാൻ വഴിവെക്കുന്നത് ആരാണ്? ഹമാസ് ആണോ ഇസ്രായേലാണോ? സത്യം പറ പ്രകാശേ, എന്താ ഇതിന്റെ ഒരു ലൈൻ? അപ്പൊ അവരെന്താ ഹമാസിന്റെ ആൾക്കാരെ കൊല്ലാത്ത? ഹമാസിലെ ആൾക്കാരെ കൊന്നുകൊണ്ടിരിക്കില്ല, അവർ തുരങ്കത്തിൽ ഇരുന്ന് ഒളി യുദ്ധം നടക്കില്ല, അവർ കൊല്ലുന്നുണ്ടല്ലോ.
അവരെ കൊല്ലാൻ വേണ്ടി ചെല്ലുമ്പോൾ അവിടെ ഹ്യൂമൻ ഷീൽഡായിട്ട് വെച്ചുകൊണ്ട് സ്കൂളിന്റെ അടിയിൽ, ഹോസ്പിറ്റൽസിന്റെ അടിയിൽ, അതുപോലെ മറ്റുള്ള ഇതുപോലെയുള്ള ഹ്യൂമൻസ് താമസിക്കുന്ന ഹ്യൂമാനിറ്റേറിയൻ ഔട്ട് പോസ്റ്റുകളുടെ അടിയിൽ ഇരുന്നുകൊണ്ട് ഇതുപോലെ ബോംബും ഇതുപോലെ വെടിക്കോപ്പുമായിട്ട് ഇരുന്നാൽ അവിടെ കൊണ്ടുവന്ന് എത്ര ഓഡിയോസ് പുറത്തു വന്നു, നിർബന്ധിച്ച് ആളുകളുടെ വീട്ടിലേക്ക് കയറിക്കൊണ്ട് അവിടെ ഇരുന്നുകൊണ്ട് ഈ പണി ഒപ്പിക്കുന്നത് ആരാണ്? ഹമാസാണ്. ഹ്യൂമൻ ഷീൽഡ്സ്. മനുഷ്യകവചം വെച്ചുകൊണ്ട് പിഞ്ചു കുട്ടികളെയും സ്ത്രീകളെയും വൃദ്ധരായിട്ടുള്ള ആളുകളെയൊക്കെ കൊന്നൊടുക്കാൻ വേണ്ടിയിട്ട് ആരാ വഴിവെക്കുന്നത്? അതാണ് ജാക്കി ചാൻ അബ്ദുൽ ജബ്ബാർ. കുട്ടികളെ മുന്നിൽ നിർത്തിയിട്ട് വെടിവെച്ച് അതിന്റെ അതായത് ആ കുട്ടികൾ കൊല്ലപ്പെടുമ്പോൾ അതിന്റെ ഫോട്ടോ എടുത്തിട്ട് ക്യാമ്പയിൻ ചെയ്യുന്ന ആളുകളാണ്. ഇസ്രായേലുകൾ അങ്ങനെ ചെയ്യുന്നില്ല, ഗാസക്കാർ കൃത്യമായിട്ട് അത് ചെയ്യുന്നത്. എന്നിട്ട് മാത്രമല്ല സ്വന്തം കുട്ടികളോട് പറയാണ് നിങ്ങൾ പോയി പൊട്ടിത്തെറിക്കുന്നത്. അപ്പൊ അതാണ് ഏറ്റവും ലേറ്റസ്റ്റ് പ്രഖ്യാപനം. ഇങ്ങനെ പറയുന്ന മനുഷ്യരോട് അവരുടെ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ അവർക്ക് തന്നെ ബോധമില്ലാതെ അവരെ എറിഞ്ഞു കൊടുക്കുക. നിങ്ങൾ പറഞ്ഞു ഇസ്ലാമാണ് തീവ്രവാദം പിടിച്ച് നടക്കുന്ന ഒരു മതം, അതുകൊണ്ട് അവരെയാണ് ആദ്യം ഒടുക്കേണ്ടതെന്ന് നിങ്ങൾ പറഞ്ഞു. അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ എനിക്ക് കുറച്ച് സമയം വേണ്ട. ഗൂഗിൾ എടുത്ത് നോക്കൂ, ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് എടുക്കൂ, ഫസ്റ്റ് 20 ടെററിസ്റ്റ് അറ്റാക്സ് എടുക്കുക. അതിനകത്ത് ഇസ്ലാം അല്ലാതെ വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കാണിക്കേ, നമുക്കത് എടുക്കാലോ. ഇനി ചെവി തോണ്ടാൻ പോലും നീ പേന എടുത്തെന്നിറങ്ങാൻ നിന്റെ കൈ ഞാൻ ഇനി വയ്യ, മാവേ കയറാനും 4 കാലേ നടന്ന് നടുപടിക്കാനും ഇനി ഞാനില്ല.